Welcome to Thasni's kitchen. ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ല അടിപൊളി ഒരു ബീഫ് ചില്ലി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ബീഫ് ചില്ലിയാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ളതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നീളത്തിലും വീതിയിലുമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി ഇത് നമുക്ക് കൈ വെച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മസാലയൊക്കെ ബീഫിനകത്ത് നല്ലതായിട്ട് പിടിച്ചിരിക്കുന്ന പരുവത്തിൽ നമുക്കതൊന്ന് കൈ വെച്ച് മിക്സാക്കാം. അതിനുശേഷം ഇത് കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാണ്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അത്രയും മതി. അപ്പോൾ അത് ആ കറക്റ്റ് പരുവത്തിൽ ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിൽ കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം കൈ വെച്ച് ഉടക്കുമ്പോൾ ഉടയുന്ന പരുവത്തിലാവരുത് ബീഫ്. ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. ഒരു 1/4 പരുവത്തിൽ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബീഫിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചതച്ച വലിയ ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ സോയാ സോസ്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ വിനെഗർ. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂണും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറേ സമയം വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. മസാല പുരട്ടി വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ ആദ്യം ബീഫ് കുക്ക് ചെയ്തെടുക്കുമ്പോഴും അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുള്ള ഓയിലായിരിക്കണം. അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ആ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ പുറമേയുള്ള മസാലയൊക്കെ അതിനകത്ത് പിടിച്ച് ബീഫ് ബാക്കി നമുക്ക് കുക്കായി കിട്ടാണ്ടായിരുന്നു. അതും കൂടെ നല്ല കറക്റ്റായിട്ട് ആ ഒരു പരുവത്തിൽ നമുക്ക് കുക്കായി കിട്ടുന്ന വിധത്തിൽ വേണം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കോരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഏകദേശം വറുത്ത് കോരാനായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം കറിവേപ്പിലയും 2 പച്ചമുളകും 2-3 വെളുത്തുള്ളിയും കൂടെ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബീഫിനോടൊപ്പം വറുത്ത് കോരാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. അതുപോലെ തന്നെ ബീഫിൻ്റെ കൂടെ ആ ഒരു വെളുത്തുള്ളിയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇങ്ങനെ നമ്മൾ മുഴുവൻ ബീഫും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചൂടോടുകൂടി വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, ഏതിൻ്റെ കൂടെ ആയിരുന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബീഫ് ചില്ലിയാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം ശരിക്കും നമ്മൾ എങ്ങനെയാണോ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ കഴിക്കുന്ന ആ ഒരു ബീഫ് ചില്ലിയുടെ ടേസ്റ്റ് കിട്ടാറ് അതേ ടേസ്റ്റിൽ അതേ സോഫ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഒരുപാട് സമയം ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ അതിങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് ഒരു ഇലാസ്റ്റിക് പോലെയൊക്കെ ആയിപ്പോവും. ആ ഒരു കറക്റ്റ് പരുവത്തിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ചില്ലിയാണ്. ടേസ്റ്റും തന്നെ അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്